ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. ആസ് എ ബിഗിനർ എനിക്കിപ്പോൾ ഒരു 132 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഒരു 6 month ആയി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 6 month ആയിട്ടുണ്ടെങ്കിൽ പോലും ഞാനങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട്, അത് കൂടുതലും ഞാൻ ഷോർട്സാണ് ഇടുന്നത്. കുറേയൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. സമയം കിട്ടുന്നതനുസരിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസ് എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാം കുറേ നന്നാക്കണം, എന്നാലാണ് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ, സബ്സ്ക്രൈബേഴ്സും കൂടത്തുള്ളൂ എന്നറിയാം. സോ അത് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് തന്നെ ആയിരിക്കും. പിന്നെ പുതിയ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഞാനുള്ളത് UAE-യിലാണ്. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടുതലും യൂസ്ഫുൾ ആവുന്നത് UAE-യിലുള്ളവർക്കോ അല്ലെങ്കിൽ വിസ എയർലൈനിൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കായിരിക്കും ഇത് യൂസ്ഫുൾ ആവുന്നത്. ഇത് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും ഇപ്പോഴും എന്താ പറയുക, പുതിയതായിട്ട് ഒരു ടൂറൊക്കെ പോകുന്ന ആൾക്കാരോ ആദ്യമായിട്ട് വിസ എയർലൈനിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കായിട്ട് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത്. പിന്നെന്താ, ഇപ്പോൾ നാഷണൽ ഡേയ്സ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ UAE റെസിഡൻസ് വിസ ഉള്ളവർക്ക് വിസ ഓൺ അറൈവലുള്ള കുറച്ചധികം കൺട്രീസ് ഉണ്ട്. സോ അവിടേക്ക് കൂടുതലും ആൾക്കാർ എന്താ പറയുക ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപാട് പാക്കേജസ് ഒക്കെ എടുത്ത് പോകുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് വന്നെന്ന് പറയുന്നത് ഓൺലൈൻ ചെക്കിനാണ്. ഓൺലൈൻ ചെക്കിൻ ഇസ് എ മസ്റ്റ്. കാരണം വിസ എയർലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈനാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പരിമിതികളുണ്ട് ആ ഒരു എയർലൈന്. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നതാണ് ഈ ഓൺലൈൻ ചെക്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് പാക്കേജസ് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അവർ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട്. സപ്പോസ് എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ചിലപ്പോൾ ട്രാവൽ ഏജൻസീസ് നമ്മുടെ ഓൺലൈൻ ചെക്കിൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർ വിട്ടുപോവുകയോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ അറിയാണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഏജൻസീസ് അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ല, ഓണായിട്ട് പോകുന്നവർക്കാണെങ്കിലും ഇത് നമ്മൾ ചെയ്യണം. നമ്മൾ ഓണായിട്ട് എന്താ പറയുക ഓൺലൈൻ ചെക്കിൻ ചെയ്യണം. അപ്പം നമ്മൾ സപ്പോസ് ഓൺലൈൻ ചെക്കിൻ ചെയ്യാതെ ആണ് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതെങ്കിൽ, നമ്മളത് അറിയുന്നില്ല ഓൺലൈൻ ചെക്കിൻ ചെയ്യണം എന്നുള്ള കാര്യം അറിയാണ്ട് നിങ്ങൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും നിങ്ങൾ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു 190 ദിർഹം പേ ചെയ്യണമെന്ന് പറയും. അപ്പോൾ 190 ദിർഹം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഒരാൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് കുഴപ്പമില്ലായിരിക്കും. ഒന്നിലധികം പേര് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒന്നാമത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു പാക്കേജ് തന്നെ എടുത്തിരിക്കുന്നതെന്ന് വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്നത് 190 ദിർഹം നിങ്ങൾ ഒരാൾക്ക് വെച്ച് പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ ഒരു ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും നമ്മളത് പോകുന്നത്. ആ സമയത്തായിരിക്കും അവരിങ്ങനെ പറയുന്നത് എന്താ നിങ്ങൾ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ടില്ല, സോ ഒരാൾക്ക് 190 ദിർഹംസ് വെച്ച് നിങ്ങൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്കിത് അറിയായിരിക്കും. പിന്നെ അവർ വിചാരിക്കും ഞങ്ങൾക്കിത് അറിയാമല്ലോ, പിന്നെ എന്തിനാ പറയുന്നത്. എന്നാലും ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു അബദ്ധം പറ്റണ്ടെന്ന് വെച്ചിട്ടാണ്. ആരുടെയെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് ആകെപ്പാട് വെപ്രാളപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസയൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മളിത് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ആകെപ്പാടൊരു സിറ്റുവേഷൻ ഭയങ്കര എന്താ പറയുക ഒരുമാതിരി ആയിരിക്കും. നമ്മളാകെ നമ്മുടെ ആ ഒരു ടൂർ പോകാനുള്ള മൈൻഡ് അത്രയും അങ്ങ് ഒരുമാതിരിയാകും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാഗേജ് ആണ്. നോർമലി വിസ എയർലൈൻ നമുക്ക് അലൗ ചെയ്യുന്ന ബാഗേജ് എന്ന് പറയുന്നത് 10 kg ബാഗേജ് ആണ്. അപ്പോൾ ഈ 10 kg ബാഗേജിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാം. പക്ഷെ ഇതിലൊരു കാര്യം അവർ പറയുന്നത്
നമ്മുടെ ബാഗേജ് എന്ന് പറയുന്നത് ബാക്ക് പാക്ക് ആയിരിക്കണം. ഈ 10 kg എന്ന് പറയുന്നത് ബാക്ക് പാക്ക് ആയിരിക്കണം. അതല്ല 10 kg അല്ല അതിൽ കൂടുതൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടെങ്കിൽ, കാരണം ഈ നമ്മുടെ ഫാമിലീസ് ഒക്കെ പോവുകയാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ, എനിക്കാണെങ്കിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം, മാറി 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 ഒരുപാട് ഡ്രസ്സൊക്കെ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനാണെങ്കിൽ പോലും ഈ വെയിറ്റ് കൂടുതലാണെങ്കിൽ അതൊരു പ്രശ്നമാവും. സോ അതുകൊണ്ട് നമ്മളെപ്പോഴും എക്സ്ട്രാ ബാഗേജ് ആഡ് ചെയ്യുന്ന ഒരു 20 kg വരെയൊക്കെ എക്സ്ട്രാ ബാഗേജ് നമുക്ക് കിട്ടും. ഇനി എക്സ്ട്രാ ബാഗേജ് കിട്ടിയാൽ പോലും ആ 20 kg നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ട്രോളിയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ 10 kg എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാക്ക് പാക്കിൽ തന്നെ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം അതാണ് അവരുടെ റൂള്. 10 kg ബാക്ക് പാക്ക്, ബാക്കി നമുക്ക് ഒരു 20 kg നമുക്ക് ട്രോളീസൊക്കെ യൂസ് ചെയ്യും. അതല്ല നിങ്ങൾ 10 kg മാത്രം എടുത്തിട്ടുള്ളെങ്കിലും, അതല്ല എക്സ്ട്രാ ബാഗേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 10 kg നിങ്ങൾ ബാക്ക് പാക്ക് ആയിരിക്കണം, അത് മസ്റ്റാണ്. സോ അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ പൈസയും പോകും, പിന്നെ നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാതെ, അതായത് ഭയങ്കര സ്ട്രെസ്ഡായി അത്രയും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്കാണെങ്കിൽ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ആകെപ്പാട് പ്രശ്നമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. പിന്നെ ഈ ഒരു ഹോളിഡേയ്സിൽ നാഷണൽ ഹോളിഡേ വരാൻ പോവാണ്. ആ സമയത്ത് ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ജേർണി. ബൈ.